അടുത്ത കാലത്ത് ബി.ജെ.പി. നടത്തിയ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുണ്ട്. അതാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ്. അതിൽ 8 വോട്ടുകൾ അസാധുവാക്കി വരണാധികാരി പ്രത്യക്ഷത്തിൽ ഇടപെട്ട് ആ വോട്ടുകൾ അസാധുവാക്കുന്ന ദൃശ്യങ്ങൾ പോലുമുണ്ട്. അങ്ങനെ അസാധുവാക്കി ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. ബി.ജെ.പി. മേയർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ 8 വോട്ടുകളാണ് അസാധുവാക്കിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ ചെയ്തു എന്നല്ലേ, അത് ദൃശ്യത്തിൽ പതിയുകയും ചെയ്തിരുന്നു. ആ ദൃശ്യം പക്ഷേ ഹൈക്കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി കണക്കിന് കൊടുക്കുക മാത്രമല്ല, സുപ്രീം കോടതി നടത്തിയ പരാമർശമുണ്ട്. അത് ഇങ്ങനെയാണ്, നമുക്കതൊന്ന് വായിക്കാം അദ്ദേഹത്തിൻ്റെ പരാമർശം. അത് സംബന്ധിച്ച് വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വാർത്ത അത് ഇങ്ങനെയാണ്: ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി, ജനാധിപത്യ കശാപ്പ് അനുവദിക്കില്ല. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി, ജനാധിപത്യ കശാപ്പ് അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ തന്നെയാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകിയിരിക്കുന്നത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായ ഉദ്യോഗസ്ഥൻ കൃത്രിമം കാണിച്ചെന്ന് പ്രഥമദൃഷ്ട്യ ബോധ്യപ്പെട്ടതായി സുപ്രീം കോടതി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കം അനുവദിക്കാനാകില്ല. വരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല. ഈ കോടതി എല്ലാം കാണുന്നുണ്ടെന്ന് അയാളോട് പറയൂ. ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡിൻ്റെ വാക്കുകളാണിത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കം അനുവദിക്കാനാകില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നും കൂടി വായിക്കാം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കം അനുവദിക്കാനാകില്ല. വരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല. ഈ കോടതി എല്ലാം കാണുന്നുണ്ടെന്ന് അയാളോട് പറയൂ എന്ന് രോഷാകുലനായി ചീഫ് ജസ്റ്റിസ് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്, വാർത്തയുടെ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ്: മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ മനോജ് സോൻകറിനെ വിജയിപ്പിക്കാനാണ് ബി.ജെ.പി. അനുഭാവിയായ വരണാധികാരി അനിൽ മാസിക് ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാണിച്ചത്. ആം ആദ്മി കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാറാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരൻ കൈമാറിയ ദൃശ്യം പരിശോധിച്ച ശേഷമാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. 19-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വരണാധികാരി നേരിട്ട് ഹാജരാകണം. ജനുവരി 30-ന് തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത എല്ലാ ബാലറ്റ് പേപ്പറുകളും രേഖകളും തിങ്കൾ വൈകിട്ട് 5-നുള്ളിൽ പിടിച്ചെടുക്കണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മനോജ് സോൻകറിന് 16 വോട്ട് ലഭിച്ചപ്പോൾ കുൽദീപ് കുമാറിന് 12 വോട്ടാണ് ലഭിച്ചത്. 20 കൗൺസിലർമാരാണ് AAPക്കും കോൺഗ്രസിനുമായി ഉള്ളത്. നിർണായക 8 വോട്ട് അസാധുവായി. വരണാധികാരി കൃത്രിമം കാണിച്ചാണ് വോട്ടുകൾ അസാധുവാക്കിയതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായില്ല. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പല ഹൈക്കോടതികളുടെയും നിലപാട് എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കേരള ഹൈക്കോടതിയിലും അത്തരം പരാമർശങ്ങളൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ ഒരു ആശ്വാസമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് എത്ര കാലം എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഒരു ആശ്വാസം ഉണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും അതുണ്ടോ എന്നത് MA ബേബി ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂരിൽ നടത്തിയ KSTയുടെ പരിപാടിയിൽ MA ബേബി രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതിയെ വിമർശിച്ചത്. സുപ്രധാനമായ വിധികളിൽ എന്ന് വെച്ചാൽ കേന്ദ്ര BJP നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര ഭരണം പ്രതിസന്ധിയിലാകുന്ന സുപ്രധാനമായ വിധികളിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് വിധി പറയുകയും, എന്നാൽ ചില ചെറിയ ചെറിയ കേസുകളിൽ BJP സർക്കാരിനെ ദോഷം ചെയ്യില്ല എന്ന് തോന്നുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ, കേന്ദ്ര സർക്കാരിന് ദോഷം ചെയ്യില്ല എന്ന് കരുതുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ കോടതി BJP സർക്കാരിന് എതിരെ, സംസ്ഥാന സർക്കാരിന് എതിരെ, BJP നടത്തുന്ന നടപടികൾക്ക് എതിരെ നിലപാട് പറയുകയും വിധി പറയുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ്. അതൊരു നിഷ്പക്ഷ വിധിയായി മാറുന്നില്ല എന്നാണ് MA ബേബി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞത്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരം ആശ്വാസം ഉണ്ടാകുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്ന കാര്യം സംശയമേയില്ല. കാരണം പ്രത്യക്ഷമായി തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷമായി തന്നെ സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനെതിരെ ശക്തമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു വരുന്നുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളിലും സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു MA ബേബി. അയോധ്യ തർക്ക പ്രശ്നത്തിൽ ഉണ്ടായ വിധി
മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി അത് എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പ് വിധിയാകുന്നത് എന്ന് അത് കണ്ടാൽ അത് വായിച്ചാൽ മനസ്സിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് MA ബേബിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ വിധി ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് കോടതിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതുമാണ്.